ഹലോ, അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ചില്ലി ബീഫ് ഉണ്ടാക്കിയാലോ. ബീഫ് ഞാൻ നേരത്തെ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് നമ്മുടെ ബീഫ് വേവിച്ച വെള്ളമില്ലേ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് വെന്ത് പോകേണ്ട, ഓൾറെഡി നമ്മളിത് വേവിച്ച ബീഫ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഫ്രൈ ആയി പോകേണ്ട, ജസ്റ്റ് അതിൻ്റെ നിറം ഒന്ന് മാറി കിട്ടിയാൽ മതിയേ. അപ്പോൾ അത് ഈ പാകത്തിന് നമുക്ക് ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ എണ്ണയിലാണ് കേട്ടോ ബാക്കിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് സവോള കുറച്ച് വലുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒരുപാട് വഴന്ന് പോകണ്ട, ആ സവോളയുടെ ആ ഒരു പച്ചമണം മാറിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഇനി ഈ ഒരു പാകമാകുമ്പോഴത്തേക്കിനും ഇനി അതിനകത്തേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. സവോളയുടെ തന്നെ വലിപ്പത്തിൽ ഞാൻ ക്യാപ്സിക്കം കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സവോളയും ക്യാപ്സിക്കും ഒക്കെ നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടണം. അപ്പോൾ ആ പാകം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി ഇതിനകത്തേക്ക് സോസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ സോയാ സോസും ടൊമാറ്റോ സോസും നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ചില്ലി സോസോ ഷെസ്വാൻ സോസോ ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന ബീഫില്ലേ അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇനി ബീഫിൻ്റെ വെള്ളം നമ്മൾ കുറച്ച് വേവിച്ച വെള്ളം ബാലൻസ് ഉണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ നമ്മൾ സാധാ പച്ചവെള്ളം ആണെങ്കിലും മതി. അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങാനീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് കുറുകിപ്പോയി കഴിയുമ്പം തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും അതൊന്ന് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാകമൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് ഒരു നിറം കുറവാന്ന് തോന്നിയുകൊണ്ട്, പിന്നെ എരിവ് ഇച്ചിരി കുറവുള്ള പോലെ തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. എരിവ് ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ചില്ലി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ആയിട്ട് ഇടണേ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും